രാഷ്ട്രീയക്കാർക്കും കരാറുകാർക്കും അഴിമതി നടത്താൻ ജലഗതാഗതത്തെ തഴയുകയാണെന്ന് റിട്ടയർഡ് DGP ഡോക്ടർ ജേക്കബ് തോമസ്. സർവീസിലിരിക്കെ ഡ്രഡ്ജർ വാങ്ങിയതിന് സർക്കാർ തന്നെ നിയമ നടപടികൾ കുരുക്കിയിരിക്കുകയാണെന്നും ഡോക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു. ജനം ടിവിയുടെ പ്രതിവാര പരിപാടിയായ വിജിലൻസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ജേക്കബ് തോമസ്. ജലപാതകൾ തുറക്കാതെ റോഡ് മാർഗങ്ങൾ തുടരാനാണ് ലോബികൾ ശ്രമിക്കുന്നത്. നിർമ്മാണ സാമഗ്രികളിലെല്ലാം അഴിമതി നടത്താവുന്ന റോഡ് നിർമ്മാണങ്ങളോടാണ് കരാറുകാർക്കും രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമെല്ലാം താല്പര്യം. റോഡിൽ ഉണ്ടാകുന്ന ഒരു മെച്ചം, ഗുണം, പോക്കറ്റിലേക്കുള്ള ഗുണം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും കോറിക്കാർക്കും ഒന്നും ജലഗതാഗതം നടത്താൻ ഉണ്ടാവത്തില്ല എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിൽ ജലഗതാഗതം ഇന്നും ഈ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയിൽ കേന്ദ്ര സർക്കാർ തന്നെ ഫണ്ട് വിനിയോഗിക്കുമെങ്കിൽ പോലും മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും താല്പര്യമില്ല. സർവീസിലിരിക്കെ ഡ്രഡ്ജർ വാങ്ങിയതിന് പിണറായി വിജയൻ കോടതിയിൽ തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ഡോക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു. നാടൻ ജലഗതാഗതത്തിന്റെയും കോട്ടയം തുറമുഖത്തിന് ഇങ്ങോട്ടുള്ളതിന്റെയും അന്ന് കോട്ടയം തുറമുഖത്തിന്റെ MD ആയിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ആ ഡ്രഡ്ജർ വാങ്ങിച്ചത്. അപ്പോൾ ലോകോത്തര നിലവാരമുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഈ ഉൾനാടൻ ജലഗതാഗതത്തിന്റെ ഡ്രഡ്ജിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അവിടെ തുറമുഖങ്ങളിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഡ്ജർ വാങ്ങിച്ചു. പക്ഷേ ആ ഡ്രഡ്ജർ വാങ്ങിച്ചതിൻ്റെ പേരിൽ ഈ പിണറായി വിജയൻ എനിക്കെതിരെ സുപ്രീം കോടതിയിൽ ലക്ഷങ്ങൾ പൈസ കൊടുത്തിട്ട് എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ പിണറായി വിജയൻ എന്നെ തോൽപ്പിക്കാൻ നോക്കുന്ന ഡ്രഡ്ജർ വാങ്ങിച്ചതിൻ്റെ പേരിൽ അങ്ങനെ പിണറായി വിജയനെ ജലഗതാഗതത്തെയും തോൽപ്പിക്കാൻ നോക്കുകയല്ലേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ തോൽപ്പിക്കുന്നത് ജലഗതാഗതത്തെ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പിണറായി വിജയനാണ്. സ്ഥലമെടുപ്പും നിർമ്മാണവുമെല്ലാമുള്ള അഴിമതിക്ക് കളമൊരുക്കുന്ന കാര്യങ്ങളിലാണ് സർക്കാരിന് താല്പര്യം. പരിസ്ഥിതിക്ക് അനുകൂലമായതും ജലഗതാഗത മാർഗമാണ്. റിട്ടയർഡ് DGP ഡോക്ടർ ജേക്കബ് തോമസ് വിവിധ സർക്കാർ വകുപ്പുകളെ പരിചയപ്പെടുത്തുന്ന വിജിലൻസ് എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 9:30 ജനം TV സംപ്രേഷണം ചെയ്യുന്നത്. ജനം, കൊച്ചി.